ISL-ൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ചെന്നൈയിൻ FC മത്സരമാണ്. ISL സ്പെഷ്യൽ പോഡ്കാസ്റ്റ് പ്രോഗ്രാമായ ലെറ്റ്സ് ഫുട്ബോളിൽ ഞാൻ ഹബീബ് അഷ്റഫ്, എന്നോടൊപ്പം മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ജോ പോൾ അഞ്ചേരി ആൻഡ് സൂപ്പർ കമന്റേറ്റർ ഷൈജു ദാമോദരൻ. എന്നാലും ഈ ഒരു മത്സരം ചെന്നൈയിൻ FC വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരമാണ്. ഇപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം മത്സരമാണ്. ഈ രണ്ട് ക്ലബ്ബുകളും അവരുടെ ആദ്യ മത്സരങ്ങൾ പരാജയപ്പെട്ടാണ് തുടങ്ങുന്നത്. ഒഡീഷ FCക്കെതിരെ ആദ്യ മത്സരത്തിൽ 0-2 എന്നുള്ള ഒരു നിലയായിരുന്നു. അതിൽ മുംബൈ സിറ്റി FCക്കെതിരെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-1 എന്ന സ്കോറിൽ പരാജയപ്പെടുന്നത്. നമുക്ക് കാണാം, രണ്ട് പരിശീലകർ, ഓവൻ കോയൽ ചെന്നൈയിൻ FCയുടെ പരിശീലകൻ, അതുപോലെ യുവാൻ പെഡ്രോ ബെനാലി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പരിശീലകൻ. നമുക്ക് നോക്കാം ഷൈജോട്ട, ഇത് അവരുടെ ഒരു ഹെഡ് ടു ഹെഡ് 18 മത്സരങ്ങൾ കളിച്ചു. 6 വിജയങ്ങൾ നോർത്ത് ഈസ്റ്റിന്, 7 വിജയങ്ങൾ. വലിയ വ്യത്യാസമില്ല. ഇപ്പം ഗോളിൻ്റെ കാര്യം എടുത്താലും സ്കോർ ചെയ്തിട്ടുള്ള 33, 36 വിന്നിംഗ് പെർസെൻറ്റേജ് നോർത്ത് ഈസ്റ്റിന്. എല്ലാം നോക്കിയാലും വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൽ നോർത്ത് ഈസ്റ്റിൻ്റെ ആ കണക്ക് കാണുമ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ ISL ചരിത്രത്തിൽ നോർത്ത് ഈസ്റ്റ് ഒരു ടീമിനെതിരെ, ഒരു ഓപ്പോസിറ്റ് ടീമിനെതിരെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ഗോളുകൾ കൺസീഡ് ചെയ്തിരിക്കുന്നതും ചെന്നൈയിൻ FCക്കെതിരെയാണ്. 33-36. അതാണ് രസകരമായ നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ച് ചെന്നൈയുമായിട്ട് അവരുടെ കണക്കുകളെ താരതമ്യം ചെയ്യുമ്പോൾ പറയാൻ കഴിയുന്നത്. പിന്നെ ഈ രണ്ട് ടീമുകളും തമ്മിൽ നമ്മൾ ഹെഡ് ടു ഹെഡ് കണ്ടാൽ എനിക്ക് ഏറ്റവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന മത്സരം ഇതേ മൈതാനത്ത് കഴിഞ്ഞ വർഷം ഇവർ തമ്മിൽ നടന്ന ചെന്നൈ നോർത്ത് ഈസ്റ്റ് മത്സരമാണ്. 10 ഗോളുകൾ പിറന്ന ആ മത്സരം ISL ചരിത്രത്തിലെ ഏറ്റവും വലിയ ടോപ്പ് മാർജിനിലുള്ള രണ്ടാമത്തെ മത്സരം എന്ന റെക്കോർഡ് സൂക്ഷിക്കുന്ന മത്സരമാണ്. 10 ഗോളുകൾ 7-3 ചെന്നൈയിൻ FC ജയിച്ച മത്സരം ഒരു ട്രീറ്റ് തന്നെയായിരുന്നു എല്ലാ അർത്ഥത്തിലും. കഴിഞ്ഞ 5 വർഷങ്ങളിലെ ഒരു റിസൾട്ട് നോക്കുമ്പോൾ ഇപ്പോൾ 2018-19 4-ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ഫിനിഷ് ചെയ്തു. അതുപോലെ ചെന്നൈയിൻ FC 10-ാം സ്ഥാനത്താണ്. അതുപോലെ അടുത്ത വർഷം 9-ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തെങ്കിൽ 4-ാം സ്ഥാനത്ത്. അത് ഇപ്പം ചെന്നൈയിൻ FCയുടെ ഒരു കാര്യം നോക്കിയാൽ കഴിഞ്ഞ 3 സീസണുകളിലും 8-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 20 മത്സരം കളിച്ചതിൽ നോക്കുകയാണെങ്കിൽ വളരെ മോശമായ ഒരു റിസൾട്ടാണ് രണ്ട് ടീമുകൾക്കും ഉണ്ടായിട്ടുള്ളത്. കാരണം നമുക്കറിയാം, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏറ്റവും അവസാനത്താണ് നിന്നിരുന്നത്. അവരാണെങ്കിൽ 10ാം സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നു ചെന്നൈയിൻ FCക്ക് ആകട്ടെ. എന്തൊക്കെയായാലും ഈ സീസണിൽ മറ്റൊരു കളിയാണ്. കാരണം എല്ലാ സീസണുകളും പുതിയതാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചതിന്. തോൽവിയായിരുന്നു രണ്ടു ടീമുകൾക്കും. ഏതായാലും ജോപ്പോളേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ്, കഴിഞ്ഞ സീസണുകൾ ഈ രണ്ട് ടീമുകൾക്കും അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് ചെന്നൈയിൻ FC ഒരു ചാമ്പ്യൻസ് ആയിട്ടുള്ള ടീമാണ്. 2 തവണ ISL ചാമ്പ്യൻസ് ആയിട്ടുള്ള ഒരു ടീമാണ് ചെന്നൈയിൻ FC എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു ഫോർമേഷൻ 4-2-3-1, ഗോൾ കീപ്പറായിട്ട് മിർഷാദ്, മലയാളി ഗോൾ കീപ്പറാണ്. ഇത് ജോപ്പോളേട്ടാ? അതെ, നമുക്ക് കാണാം, കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഒരു മാറ്റം മാത്രമാണ് എത്തിയിരിക്കുന്നത്. അവിടെ മിർഷാദ് ഗോൾ കീപ്പർ, അതുപോലെ തന്നെ ടൊണ്ടോബോ, അതുപോലെ മിഖായൽ സബാക്കോ, അവർ കഴിഞ്ഞ വർഷം ഈ ഒരു മാറ്റമാണ് ഡിഫൻസിൽ മാറ്റിയിരിക്കുന്നത്. ദിനേഷ്, അതുപോലെ അവരെ ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ഇബിമാമർ, അതുപോലെ 3 പ്ലേയേഴ്സുകൾ നമുക്ക് കാണാം. പാർത്ഥിപ്പും അതുപോലെ തന്നെ റോമൻ ഫിലിപ്പോത്ത്, ഫൽഗുണി ആൻഡ് നെസ്റ്റ ആൻഡ് മൻവീർ സിംഗ് ആണ് അവരുടെ മെയിൻ സ്ട്രൈക്കറായിട്ട്. ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. സെബാക്കോ വാസ്തവത്തിൽ കഴിഞ്ഞ മത്സരം സസ്പെൻഷൻ മൂലമാണ് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റാതെ പോയത്. മിഗുവൽ സെബാക്കോ, പാർത്ഥിബ് ഗൊഗോയുടെ ലാസ്റ്റ് സീസണിലെ ഗോളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല ഗോൾ പാർത്ഥിബ് അടിച്ചിരുന്നു. പാർത്ഥിബ് ആക്ച്വലി ഇപ്പം കഴിഞ്ഞ മത്സരത്തിലെ ഗോളോടുകൂടി ISL-ൽ പാർത്ഥിബിൻ്റെ പേരിൽ 4 ഗോളുകളായി കഴിഞ്ഞു. അടിച്ച ഗോളുകളെല്ലാം ഒന്നിനൊന്ന് മികച്ച ഗോളുകളാണ് ഈ ചെറുപ്പക്കാരൻ്റെ. എല്ലാം ഔട്ട്സൈഡ് ദ ബോക്സ് നല്ല ഗോളുകൾ അടിക്കാൻ കഴിവുള്ള ഒരു കളിക്കാരനാണ്. 20 വയസ്സായിട്ടുള്ള പാർത്ഥിബിന് തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോളിന്, ഇന്ത്യയുടെ ദേശീയ സീനിയർ ടീമിന് വളരെയധികം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു താരമെന്ന നിലയിലേക്കാണ് ഈ ചെറുപ്പക്കാരൻ്റെ വളർച്ച. ഷൈജു, അത് മാത്രമല്ല, ഷൂട്ടിംഗ് നോക്കുക, നമ്മൾ കാണും മാക്സിമം ഒരു 6 ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 ഓൺ ടാർഗറ്റാണ്. അത് തന്നെയാണ് ആ സ്കോറിങ്ങിലും മികവിലും നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ അധികം ചാൻസ് കിട്ടിയില്ല. പക്ഷേ ഈ വർഷം മുതൽ മികച്ച കളിയാണ് പുറത്തെടുത്തത്. ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ഗോൾ അടിച്ചു. വളരെ ഇന്ത്യയിലെ ഒരു പ്രോമിസിംഗ് പ്ലെയർ തന്നെയായിട്ട് മാറിയിരിക്കും. ആ ഒരു ഗോളിന് ഇപ്പോൾ ഗോൾ ഓഫ് ദി വീക്ക് ആയും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പാർത്ഥിബിൻ്റെ ആ ഒരു ഗോൾ. ഇപ്പം കഴിഞ്ഞ ഒരു സീസണുകളിലൊക്കെ റൈറ്റ് വിങ്ങിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൽ നിന്നാണ് ഗോൾ വന്നത്. ഷൈജു, നമ്മളത് ഗോൾ അടിച്ചപ്പോൾ തന്നെ ഒരാളുടെ കാര്യം പറഞ്ഞു, തിയറി ഹോൺഡയുടെ അതേപോലെയുള്ള ഗോളുകളാണ് സ്കോർ ചെയ്തത്. തീർച്ചയായിട്ടും എന്തായാലും ആസാമുകാരനാണ്, നാട്ടുകാരനാണ്, ഒരു ലോക്കൽ പോസ്റ്റർ ബോയ് ആയിട്ട് വളരുകയാണ്. എന്തായാലും പാർത്ഥിബ് ഗൊഗോയുടെ ഇന്റർവ്യൂവിലേക്ക് നമുക്ക് പോകാം. നമുക്ക് പാർത്ഥിബ് ഗൊഗോയ് പറയുന്നത് എന്താണ് എന്ന് കേൾക്കാം.
पार्थिव, बहुत अच्छा स्टार्ट किया तुमने पिछली गेम में गोल मार के। कोच के आने से आपको अपने आप को एक्सप्रेस करने के लिए कितना फ्रीडम मिला है अब? जी भाई, हमें अभी जी मेरे को बहुत वो अपने आप मेरे को बहुत कॉन्फिडेंस दे रहे हैं। जो अपना एक्सपीरियंस है वो शेयर कर रहे हैं मेरे साथ, और वो मेरे को मतलब बहुत फ्रीडम देता है कि तू जा अपना कॉन्फिडेंस से खेल। हमेशा कॉन्फिडेंस देता है कि कोई बात नहीं, अगर कोई भी मिस्टेक होता है तो कोई बात नहीं, अभी हर बार एक लर्निंग प्रोसेस होता है, तो वही बोल के मेरे को खिलाते हैं हर बार। पार्थिव, अभी आप सिर्फ 20 इयर्स के हो, बट अकॉर्डिंग टू यू आपकी बेस्ट पोजीशन कौन सी है? सबसे अच्छी पोजीशन कौन सी है आपके लिए? आई कैन प्ले एनीवेयर बट आई प्रेफर राइट विंग। ओके, उसी के साथ साथ आपके सारे गोल्स आउटसाइड द बॉक्स से है। क्या ये एक ट्रेनिंग में आप ज़्यादा इसके लिए प्रैक्टिस करते हैं कि इट्स जस्ट समथिंग जो आपके पास नेचुरली आता है? नेचुरली नहीं बोलूँगा, मैं ट्रेनिंग करता हूँ ये, और जब भी कोई स्पेस मिलता है तो मैं ट्राई करता हूँ कि स्कोर गोल पे रखने के लिए। वही मेरा एम होता है कि शॉट ऑन टारगेट रखने का ट्राई करता हूँ मैं हर बार। Thank you, Parthiv. Good luck for today's game. ഏതായാലും പാർത്ഥിബ് ഗുഗയെ പറ്റി തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇപ്പം 19 മത്സരങ്ങൾ ISL 4 ഗോളുകൾ സ്കോർ ചെയ്തു, ഒരു അസിസ്റ്റ് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു മനോഹര ഗോൾ സ്വന്തമാക്കുന്നു. അത് ആ ആഴ്ചയിലെ ഫാൻസ് മികച്ച ഗോളായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. വളരെയധികം പ്രതീക്ഷകളുള്ള ഒരു പ്ലെയർ തന്നെയാണ്. നമുക്കിപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു 11 പറഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് ജോപ്പളായിട്ട് എനിക്ക് തോന്നുന്നത് മിഡ്ഫീൽഡ് കുറച്ചും കൂടി ഒരു അറ്റാക്കിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മിഡ്ഫീൽഡാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട ഒരു ടീമല്ല കഴിഞ്ഞ മാച്ചിൽ കണ്ടത്. വളരെ നല്ല എനർജറ്റിക് ആയിട്ട്, അത് മാത്രമല്ല നല്ലൊരു ഫിറ്റ്നസ്സോട് കൂടിയ ഒരു ടീമിനെ തന്നെയാണ് ഉറക്കിയിരിക്കുന്നത് യുവാൻ പെഡ്രോ ബെനാലി. ആ മിഡ്ഫീൽഡിൽ തന്നെ നോക്കുക, നെസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഫിലിപ്പോത്തു, അതുപോലെ ബിമാമർ, അതുപോലെയുള്ള ഇവൻ ഫൽഗുണി. എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് ഫൽഗുണി. കാരണം സ്വന്തം അച്ഛൻ മരിച്ചിട്ട് വരെ അന്നത്തെ ദിവസം കാലത്ത് മരിച്ചു അന്ന് കളി കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ പോയത്. കാരണം എനിക്ക് കളിക്കണം എന്നുള്ളത് അത് നമുക്ക് ഇപ്പോഴൊരു വളരെ ഒരു നമുക്കെന്താ പറയുക, ഒരു enthusiasm. അതായത് നമുക്ക് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ മെന്റാലിറ്റി. അതെ, ആ ഫുട്ബോളിനോടുള്ള ഒരു എന്തൂസിയാസം തന്നെയാണ് ജോപ്പളേട്ടൻ പറഞ്ഞതുപോലെ ഫാൽഗുനിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം ഈ ഒരു സീസണിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ എത്തുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു സുപ്രധാന താരമായി മാറുമെന്നുള്ള കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇവരുടെ ഒരു 11ലേക്ക് വരുമ്പോൾ ഒരു ഇന്ത്യൻ ഫോർവേഡ്സ്, ഇപ്പം മൻവീർ സിംഗ് ആണ് ഒരു സ്ട്രൈക്കർ ലെവലിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. അതുപോലെ പാർത്ഥിബ് ഒരു വിങ്ങിലുണ്ട്. അതെ, തീർച്ചയായിട്ടും ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന കോച്ചുമാർ വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും അതായത് കുറച്ച് കൊല്ലങ്ങളായിട്ട് തന്നെ നമുക്ക് നോക്കാം, നോർത്ത് ഈസ്റ്റിന് വന്ന ഒരുപാട് പ്ലേയേഴ്സുകൾ വരുന്നുണ്ട്. അത് തന്നെയാണ് ഈ സീസണിൽ നല്ലൊരു ജോപ്പളട്ടെ. ഏതായാലും യുവാൻ പെഡ്രോ ബെനാലി, അദ്ദേഹത്തിന് എന്താണ് പറയാൻ ഉള്ളത് എന്ന് നോക്കാം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പരിശീലകനാണ് യുവാൻ പെഡ്രോ ബെനാലി. Won the second home game to start the season. There's real optimism from the fans after that last game. If North East are to turn a corner, this is the game tonight against Chennaiyin. Well, yeah, it's the game for both teams. You know what I mean? Both teams. The first game we didn't get any point. You know, and now it's very important for both teams to do the performance higher one to get the points. If you get it now, you know, it just open highway to all the ISL. It was a difficult season for the North East last season. For some coaches taking this job, it wouldn't be an attractive proposition. But what attracted you to come to the North East and try and turn things around? Well, you know, one of the biggest point was one word of Mr. John Abraham. He said, "I don't want to be the underdog anymore," and that's the challenge. And when Mr. Mandar also came, we decided to make a new team slowly with the vision for long term. You know what I mean, and to change the mentality. And this is where it attracts the most. You have 2 golden ball winners from the I-League, various young talent that has been scouted across the country, and an absolute gem in Parthiv Gogoi. How do you plan on managing and guiding his career further forward? Well, we know Parthiv is fantastic young boy, you know, from the region. The most important thing is just we try that he keeps his feet on the floor, you know what I mean. Don't listen too much, just keep working. It's just the beginning. Talent only doesn't make a big player. He needs to work more, needs to listen, needs to perform more. And slowly we know that we will have a star in India. Thanks for talking to us, Juan.
അല്ലേ, ഇപ്പം നമ്മൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പറ്റിയാണ് ഷൈജോട്ട നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ പാർത്ഥിബിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. അപ്പം മൻവീർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ, മൻവീർ സിംഗ് ആണ് അവരുടെ ഒരു നമ്പർ 9 കളിക്കുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കോച്ച് വരുന്നു, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പ്രതീക്ഷകളെ കൂടുതൽ സജീവമാക്കി നിർത്തുന്നത് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെയും കൂടെ ഒരു പെർഫോമൻസ് ആണെന്ന് കാണാം. അതിൽ മാത്രമല്ല, അതിൽ വളരെ പ്രായം കുറഞ്ഞ എക്സ്പീരിയൻസ് തുലവും കുറവായിട്ടുള്ള പ്ലേയേഴ്സാണ്. ഇപ്പം മൻവീർ സിംഗ് ആയാലും ഫാൽഗുനി ആയാലും ഒക്കെ ആയാലും ദിനേശ് ആയാലും ഒക്കെ അവരെ തീർച്ചയായിട്ടും അവരെ പിന്തുണയ്ക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കോച്ച് ബെനാലിയുടെ ഒരു മൈൻഡ് സെറ്റ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇത് തന്നെയാണ് ഓവൻ കോയിലിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ പ്ലേയേഴ്സിനെ വളരെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഓവൻ കോയിൽ. അദ്ദേഹത്തിൻ്റെ മാനേജറിയൽ റെക്കോർഡാണ് ഈ കാണുന്നത്. അദ്ദേഹം 58 മത്സരങ്ങൾ, ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി 58 മത്സരങ്ങൾ, അതിൽ അദ്ദേഹം 28 വിജയങ്ങൾ, 14 സമനില, 16 മത്സരം മാത്രമേ തോറ്റിട്ടുള്ളൂ. 48% അദ്ദേഹത്തിൻ്റെ വിജയ ശതമാനം ചെന്നൈയിൻ എഫ് സിയെ വെച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തനിക്ക് കിട്ടുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ച് ഏറ്റവും നന്നായിട്ട് കളി മെനയുന്ന കാര്യത്തിൽ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ, അവരുടെ കൂടെ നിൽക്കുന്ന കാര്യത്തിൽ അദ്ദേഹവും പ്രധാനപ്പെട്ട പരിശീലകനാണ്. നമുക്ക് ചെന്നൈയിൻ എഫ് സിയുടെ ഒരു ഫോർമേഷൻ 4-2-3-1, സാമിക് മിത്ര തന്നെ ഗോൾ കീപ്പറായിട്ട് വരുന്നു. ജോപ്പളാട്ട അങ്ങനെയുണ്ട്. അതെ, ഇന്നത്തെ മത്സരത്തിൽ 4-2-3-1 എന്ന ഫോർമേഷനാണ് കളിക്കുന്നത്. ഗോൾ കീപ്പർ സമിക്ക് തന്നെയാണ്. ഇവിടെ ഒരു മാറ്റം, റൈറ്റ് ഫുൾ ബാക്ക് അതായത് റൊമാരിയെ കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ തന്നെ ബികാഷ് സിറോവിച്ച്, അതുപോലെ സാങ്വാൻ, ബറ്റാഷിയോ, ദെൻ ആയുഷ്, നിൻടോയ്. ഇവിടെ നിൻടോയെ കൊണ്ടുവന്നിരിക്കുകയാണ് ജയദേശറിന് പകരം. അവരുടെ സ്ട്രൈക്കിംഗ് സോണിലേക്ക് നോക്കുകയാണെങ്കിൽ ബറ്റാഷിയോ ഈ സീസണിലെ അതായത് കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും ഫോർവേഡ് പാസുകൾ നൽകിയിട്ടുള്ളൊരു പ്ലെയറാണ് ക്രിസ്ത്യൻ ബറ്റാഷിയോ. അതുപോലെ തന്നെ സ്ട്രൈക്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ കോണ ഷീൽഡാണ് അവരുടെ മെയിൻ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത്. ആ ടീമിലേക്ക് കഴിഞ്ഞ മാച്ചിൽ മത്സരം തോറ്റെങ്കിലും മികച്ച ഫോർവേഡ് പാസസ്, മാക്സിമം ഫോർവേഡ് പാസസ് കൊടുത്തിട്ടുള്ള ചെന്നൈയിൻ എഫ് സിയുടെ ഏറ്റവും മികച്ച പ്ലെയറാണ് ക്രിസ്ത്യൻ ബറ്റാഷിയോ. അല്ലെങ്കിൽ ഈ ബൊട്ടോഷിയെ പറ്റി പറയുമ്പോൾ ഓവൻ കോയലിന് എപ്പോഴും ഒരു ക്രിയേറ്റീവ് പ്ലെയർ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വെച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു. ഇപ്പം അദ്ദേഹം വന്ന ആദ്യ സീസൺ ചെന്നൈയിൻ എഫ് സിയിൽ നോക്കിയാൽ റാഫേൽ ക്രിവല്ലാറോയുടെ ഒരു പ്രകടനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുപോലെ ഗ്രെഗ് സ്റ്റുവർട്ട് ജംഷഡ്പൂർ എഫ് സിയിൽ. അതുപോലെ ഈ ഒരു സീസണിൽ തീർച്ചയായിട്ടും ബൊട്ടോഷിയോ എന്ന ഈ ഒരു താരത്തിൽ തന്നെ ആയിരിക്കും ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഓവൻ കോയിൽ പരിശീലിപ്പിച്ചിട്ടുള്ള ടീമുകളുടെയൊക്കെ ഇതിന് മുൻപ് അവരെല്ലാം ISL കളിച്ചിട്ടുള്ളൊരു സംഗതി എടുത്ത് പരിശോധിച്ചാൽ ചെന്നൈയിൻ എഫ് സിക്ക് ക്രിവല്ലാറോ, അതേപോലെ ജംഷഡ്പൂരിനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. And second game of the season, another away game, this time a trip to the northeast. It doesn't seem so easy these days, does it? No, I think northeast they look a good side this season. Watched them Durand Cup, watched them the other night against Mumbai. We're under no illusions how difficult the game will be. And as you say, starting with two road games, it's always difficult. But we offered an awful lot at the game at Odisha, and easily could have left with a point in that game very easily, and possibly on another day won the game. So we have to look to step up, which is always going to be for us, looking to every game to get better as the season progresses. Some of the boys come in late, but once we get them all together and we're up and running, we're going to be competitive, that's for sure. You had a big influence on the players at Jamshedpur, especially some of those younger players. You got Jiteshwar in there. Can he be the next Anirudh Thapa for Chennaiyin? Yeah, well, I really believe in him. I think we've got some very good talented young players. I brought young Ayush in as well, who I liked when I seen him at Kerala. Akash on the left, as much as he's a little bit older, but he's come into the game late. So I think we have some very good young talents, which we've loved in our time. You know, obviously, as you said about the kids that developed at Jamshedpur, and those boys who went on and done amazing things. And that's what we want here. We need to develop the next Tapa, the next Shanti, the next, Vishal, because our model's different, as you know, Eric, from the big spenders in the league, but we want to give young talent a chance, and that's what we'll do. That's why we're very much like ours is about progression. We're not going to come in, you don't, as you know, because the level you played at, you don't come in with a magic wand, you don't sprinkle fairy dust. It takes hard work, it takes repetition in the training ground. So the longer the season goes, the longer we work together, we're going to be an improved team, as I've done everywhere I've been. What's the most important thing you need from your players? The first 10 minutes or so, trying to bounce back after a loss. What are you looking for? Yeah, I think what we have to do is look to
be comfortable and we want to pass and move that ball. We want to be pleasing on the eye. So we need to take care of the ball. But really from the learning from the first game, as you've seen, and you've seen in some games in the league, is we made obviously huge errors, particularly at the second goal. And you can't gift a ball to Maurizio going 1-1 with the goalkeeper. So there's key learnings. So when you've lost a game, you probably learn more in defeat than you'll ever do when you win. So it's important we pick up those lessons. And again, this is over 22 games. Nothing's decided over 1 or 2 or 3 games. But we know the longer we work together, the better we'll be as a group. And that's what I'm looking forward to. Oh, and it's great to see you back in India. Good luck. Brilliant. Nice chat again, pal. Take care. എനിക്കിപ്പം ഈ ചെന്നൈയിൻ എഫ് സിയുടെ ഒരു സ്റ്റാർട്ടിങ് 11 കാണുമ്പോൾ തോന്നുന്നു വളരെ ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള. ഇപ്പം അലക്സാണ്ടർ റൊമാരിയോ, അദ്ദേഹം ഒരു വിങ്ങറായിട്ടൊക്കെ കളിച്ചിരുന്ന താരമാണ്. അദ്ദേഹത്തെ ഒരു വിങ് ബാക്ക് റോളിൽ കളിപ്പിക്കുന്നു. അതുപോലെ ആകാശ് സോങ്കാൻ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഒരുപാട് അസിസ്റ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള താരമാണ്. മിഡ്ഫീൽഡിൽ ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞു ബൊട്ടോഷി എന്ന ക്രിയേറ്റീവ് പ്ലെയർ ഉണ്ട്. അതിനോടൊപ്പം ക്രിവല്ലാറോയും ആയുഷും ഇവർ എല്ലാം ക്രിയേറ്റിവിറ്റി ഉള്ള താരങ്ങളാണ്. അങ്ങനെ ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിന് ഒരുങ്ങുന്ന ഒരു ടീം എന്ന് തന്നെയാണ് എനിക്ക് ഒരു 11 കാണുമ്പോൾ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ കാണുന്ന ഒരു അറ്റാക്കിംഗ് ടീമിൽ തന്നെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഗോളടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ സീസണിൽ നമുക്ക് കണ്ടു. ഫസ്റ്റ് മാച്ച് നല്ല മത്സരം കളിച്ചു. പക്ഷേ സ്ട്രൈക്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ വേണ്ടത്ര കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഒഡീഷ എഫ് സിക്കെതിരെ ചെന്നൈയിൻ എഫ് സിക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓരോ മത്സരങ്ങൾക്ക് ശേഷവും അതുപോലെ തന്നെ അതായത് ടീം ഒരു ഷേപ്പിലേക്ക് വരണമെങ്കിൽ ചിലപ്പോൾ 1-2 മത്സരങ്ങൾ എടുക്കും. അത് തന്നെയാണ് ഇവിടെ കോച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ കേട്ടത്. കാരണം ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കിട്ടി കഴിഞ്ഞാൽ, കാരണം ഓവൻ കോയിൽ എപ്പോഴും ഒരു ഡേഞ്ചറസ് കോച്ചാണ്. കാരണം താഴെ കിടന്നിരുന്ന ചെന്നൈയിൻ എഫ് സി ആണ് ഫൈനലിൽ എത്തിച്ചത്. ഫൈനലിൽ ഒരു അൺലക്കിയായ ടി.കെ. മോഹൻ ബാഗിനോട് തോറ്റുപോയെങ്കിലും എന്നിരുന്നാൽ കൂടി മികച്ച ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ചെന്നൈയിൻ എഫ് സിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഓവൻ കോയലിൻ്റെ. അതെ, വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ചെന്നൈയിൻ എഫ് സിയിലെ ആദ്യ സീസണിൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. അദ്ദേഹം ഫൈനൽ വരെയൊക്കെ എത്തിച്ചു. ഇപ്പം ജിതേശ്വർ സിംഗ് എന്ന് പറയുന്ന അവരുടെ പ്രോമിസിംഗ് താരം 57 മിനിറ്റുകളാണ് ഒഡീഷ എഫ് സിക്കെതിരെ കളിച്ചത്. 35 പാസസ്, പാസിംഗ് ആക്യുറസി 88.57 ആൻഡ് ടാക്കിൾസ് 4. ഇത് നമുക്ക് മനസ്സിലാവും വളരെ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു താരമെന്ന് പരിഗണിക്കപ്പെടുന്ന ചെന്നൈയിൻ എഫ് സി നിരയിലൊരു യങ് പ്ലെയറാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ജിതേശ്വർ പണ്ട് നെരോക്ക എഫ് സിയുടെ പ്ലെയർ ആയതിനു ശേഷമാണ് ISLലേക്ക് വരുന്നത്, ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരുന്നത്. അങ്ങനെ വലിയ ഒരു ISL ചെന്നൈയിൻ എഫ് സിയെ പോലെയുള്ളൊരു മുൻ ചാമ്പ്യന്മാരായ ISL ടീമിൻ്റെ ഒപ്പം ഫസ്റ്റ് 11-ൽ എത്രയോ മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. അത് മിഡ്ഫീൽഡിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു റോളാണ് പലപ്പോഴും ജിതേശ്വർക്ക് കിട്ടിയിട്ടുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് ജിതേശ്വർ നിറവേറ്റുകയും ചെയ്തു. അത് ഈ മത്സരത്തിലും തുടരുകയാണ്. സോ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലെയർ തന്നെയാണ്. ഏതായാലും ഷൈജേട്ടാ, നമുക്ക് കോർണർ ഷീൽഡ് എന്ന ചെന്നൈയിൻ എഫ് സിയുടെ താരത്തിന് എന്താണ് പറയാനുള്ളത് നോക്കാം. Connor, you were with Owen Coyle last season in Scotland. You scored goals there with Queen's Park. How does he make you a better player? Quite a lot, to be fair. Obviously, gave me a wee bit of confidence, which I was probably suffering from, to be honest. It just kind of made me feel good. Obviously, I worked a lot on the training ground, but obviously he's put a lot of trust in me to bring me here, and hopefully I can repay him, be doing good on the pitch. You're at a new club, Chennaiyin. You've got some great service from behind. Crivellaro, Batakokio, Farouk. Where is the ideal place for you guys to get the ball inside that box? What's your strength? Just I would say attacking quickly. As I say, as going forward, we're very good, very technical and fast players. So I think once we get the ball in the transition, it's kind of making use of it and attacking as quickly as we can. Obviously, the gaffer says that to us. Obviously, once we get the ball, we attack fast. So hopefully we can take that into practice tonight and hopefully do well. Yeah, you weren't far away from getting something on the opening day, were you? How do you get something tonight from the game? Yeah, obviously a close chance, but obviously hopefully tonight there's a few more chances and hopefully I'll take at least one more would be great. But yeah, as long as we win 3 points, I think that's very important for us tonight. Thanks for your time, Connor. All the best. Thank you. അതെ, ഇപ്പം ചെന്നൈയിൻ എഫ് സിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് തോന്നുന്നത് നല്ലൊരു യങ് നിര തന്നെയുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട്. ഇപ്പോൾ ബികാഷ് ഷിംനാം സെൻട്രൽ ബാക്ക് റോളിൽ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ജിതേശ്വർ സിംഗ്, അതുപോലെ ഇർഫാൻ യാദ്വാദ് എന്ന പുതിയൊരു താരത്തെ സൈൻ ചെയ്തിട്ടുണ്ട് ആ മുന്നേറ്റ നിരയിൽ. അപ്പം അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിദേശ താരങ്ങളുടെ ഒരു അഡീഷൻസ് സംഭവിക്കുന്നത്. ആയുഷ് അധികാരിയെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്കറിയാം ചെന്നൈയിൻ എഫ് സി 2017-18 ISL ചാമ്പ്യൻസ് ആയവരാണ്. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോകാം.
big games call for big players. And it's going to be interesting to see who comes out on top today. Will it be a night of high drama in Bangalore? Blue in so many ways as our Bahraini referee. The speed of Udanta, the deflection, the goal! Wow! 1-0! Just after 8 minutes of the game. Free header, equaliser. This guy can deliver you the clearest goals from the set piece. Alonso Perez, 30-year-old Spaniard on the bench, is about to come on. He'll come on with the scoreline at 2-1, or should it be? Mailson 2, Bengaluru 1. Now calling it. Oh, what a goal. That is an exquisite finish. The night belongs to Chennaiyin FC, proud champions of Season 4 of the Hero Indian Super League. ഇപ്പം ചെന്നൈയിൻ എഫ് സി ചാമ്പ്യൻസ് ടീമാണ്. പക്ഷേ അറിയാം അവർക്ക് അതിനുശേഷം കഴിഞ്ഞ 3 സീസണുകളൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചധികം സീസണുകൾ മോശമായിരുന്നു എന്നുള്ളത്. അവർക്ക് തിരിച്ചു വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സീസൺ തന്നെയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരം ഇന്ന് 8 മണിക്ക് ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയം ഗുവാഹത്തിയിൽ വെച്ചിട്ടാണ് ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. ഏതായാലും 2 ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം തന്നെയാണ്. സോ ISLന്റെ 10ാം സീസണിലെ എല്ലാ മത്സരങ്ങളും മലയാളത്തിൽ സൂര്യ മൂവീസിലാണ്. എല്ലാ മത്സരങ്ങളും വിൽ ഓൾസോ ബി സ്ട്രീംഡ് ലൈവ്. ജിയോ സിനിമയിൽ ലൈവായിട്ട് കാണാം എല്ലാ മത്സരങ്ങളും. അത് ജിയോ സിനിമയിൽ ഇംഗ്ലീഷ്, ഹിന്ദി, ബാംഗ്ല, മലയാളത്തിലും കാണാം. മലയാളത്തിൽ ജിയോ സിനിമയിലും സൂര്യ മൂവീസിലുമാണ് ISLന്റെ തത്സമയ സംപ്രേക്ഷണം ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തുന്നത്. ഏതായാലും നമ്മൾ ചെന്നൈയിൻ എഫ് സിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ചെന്നൈയിൻ എഫ് സി ആണെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണെങ്കിലും കഴിഞ്ഞ സീസണുകൾ അത്ര മികച്ചതായിരുന്നില്ല. ഏതായാലും ഫാൻറ്റസി ലീഗ് ജോപോളേട്ടന് ആണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കളികൾ. എങ്ങനെയാണ് ഇതിൻ്റെ തന്ത്രങ്ങളൊക്കെ? ഞാൻ ഒരാൾക്കും പറഞ്ഞു കൊടുക്കില്ല, കാരണം ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട 11 ഞാൻ കണ്ടെത്തും. 15 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ 15 പ്ലേയേഴ്സിൽ ആരൊക്കെ ഒരു 5-6 പേര് എൻ്റെ ടീം 11 പെട്ട് കഴിഞ്ഞാൽ അതെനിക്ക് പോയിൻ്റാണ്. ആ പോയിൻ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ടതാണ്. എന്തായാലും നല്ലൊരു കളിയാണ്. എല്ലാവരും കളിക്കുക, ഒരുപാട് സമ്മാനങ്ങൾ നേടിയെടുക്കാം. എന്തായാലും മറക്കണ്ട, ഫാൻറ്റസി ലീഗ് കളിക്കുക, സമ്മാനങ്ങൾ നേടിയെടുക്കുക. അതായാലും എല്ലാവരും ഫാൻറ്റസി ലീഗ് കളിക്കുക, സമ്മാനങ്ങൾ നേടുക. ജോപോളേട്ടൻ കാര്യമായിട്ട് തന്നെ ഈ ഒരു ഫാൻറ്റസി ലീഗിൽ സമയം കണ്ടെത്തുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലായത്. ഏതായാലും എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു മത്സരത്തിലെ പ്രഡിക്ഷൻസ്? സമനിലയായിരിക്കും മിക്കതും. നോർത്ത് ഈസ്റ്റ് ജയിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം അവരുടെ നാട്ടിൽ നടക്കുന്ന മത്സരമാണ്. അവർ ജയിച്ചാൽ ആ നാട്ടുകാരുടെ ഈ പറയുന്ന ക്ലബിനോടുള്ള ഒരു ഇഷ്ടം കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ ആ വിജയത്തിന് സാധിക്കും. തീർച്ചയായിട്ടും ആരാധകരൊക്കെ ആ ഒരു നിറഞ്ഞു കവിഞ്ഞ ഒരു സ്റ്റേഡിയത്തിലേക്ക് മത്സരങ്ങൾ എത്തണം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. വീണ്ടും പാർത്തി ഗോളടിക്കുമെന്നുള്ള പ്രതീക്ഷകൾ ഒക്കെ തന്നെയാണുള്ളത്. ഏതായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരം ഒരു നല്ല മത്സരം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. തോൽവിയോടുകൂടി തുടങ്ങിയ ടീമിന് ഈ ഒരു മത്സരം തീർച്ചയായിട്ടും ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ തന്നെയാണ് 2 ടീമുകളും ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് നമുക്ക് അവരുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വളരെ വ്യക്തമാകുന്നു. യുവാൻ പെഡ്രോ പെനാലി വേഴ്സസ് ഓവൻ കോയൽ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി പോരാട്ടം വളരെ ഒരു ആവേശം നിറഞ്ഞ മത്സരം തന്നെയായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. ഏതായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരം മലയാളം കമൻട്രിയോടെ ജിയോ സിനിമ, സൂര്യ മൂവീസ് എന്നിടങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും. ലെറ്റ്സ് ഫുട്ബോളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ജോപോൾ അഞ്ചേരി, ഷൈജു ദാമോദരൻ, ഞാൻ ഹബീബ് അഷ്റഫ്. സൈനിങ് ഓഫ്. ലെറ്റ്സ് ഫുട്ബോൾ.